ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വേഗം കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ് എന്ന് കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, നിസ്സഹകരണ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോവാൻ, ഓപ്ഷൻ ബിയിലോട്ട് പോകാൻ ചിലപ്പം സാധ്യതയുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ബാക്കി 3 ഓപ്ഷൻസും ബഹുജന സമരമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ ആദ്യം നടന്നത് 1920 നിസ്സഹകരണ സമരമാണ്. ഈ നിസ്സഹകരണ സമരമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യനാണ് ചൗരി ചൗരാ സംഭവം. ഏത് സമരവുമായി ബന്ധപ്പെട്ട്? അതിൻ്റെ ആൻസറും ഏതാണ്? നിസ്സഹകരണ സമരം എന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണം. അല്ല, ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാമെന്നതാണ് ഇതിലെ ആൻസർ എന്ന് പറയുന്നത്. ഇനി റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഏതാണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികൾ രഹസ്യ വിചാരണ നടത്താം, വിചാരണ കൂടാതെ തടവിലിടാം, പിന്നെ ഒന്നും കൂടെ വരുന്നത് കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ബാക്കി ഇതിൽ ആൻസറായിട്ട് വരുന്നത് കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. പക്ഷേ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടതെന്ന് പറയുന്നത് അപ്പീൽ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. അതെന്ന് പറയുന്നത് പൂനാ സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ് പൂനാ സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി എന്താണ് പൂനാ സന്ധി എന്ന് ചോദിച്ചാൽ, ഈ പൂനാ സന്ധി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ഈ പൂനാ കരാർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 1932 പൂനാ കരാർ ഉള്ളത്. അധസ്ഥിത വിഭാഗത്തിന് റെപ്രസെൻറ്റേഷൻ കൂട്ടുക എന്നതാണ് ഈ പൂനാ സന്ധി എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. എല്ലാവർക്കും അറിയാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അരുണ ആസിഫ് അലിയാണ് എൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ആൻസർ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന സൂചനകളെ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ: കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കും അധികാരം വിഭജിച്ചു, 321 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഈ വായിച്ച 3 സൂചനകൾ ഏത് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബന്ധപ്പെട്ട സൂചനകളാണ് തന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരു ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ പറഞ്ഞതുപോലെ, ഇത് വായിച്ചതുപോലെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കും അധികാരം വിഭജിച്ചു, 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ട്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോടതികൾ എന്നിവ സ്ഥാപിക്കണമെന്ന് വ്യവസ്ഥ ചെയ്ത ഒരു നിയമമാണ്. അതുപോലെ തന്നെ ഗവർണർ സംസ്ഥാന ഭരണ തലവനായി നിയമിക്കണമെന്ന ആശയവും ഇന്ത്യ കടമെടുത്തത് ഈ നിയമത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. ഏഴാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഇതിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെടാത്തതാണ് നമ്മൾ എന്ത് ചെയ്തത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു.
തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ 4 ഓപ്ഷൻസിലെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെടാത്തത് ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നതാണ് ഇതിലെ സവിശേഷതകളിൽ പെടാത്തത്. ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഓപ്ഷൻ ഡി, 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി സോറൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്ന് 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് നമ്മുടെ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഭാഗം 4A 10 ഭരണഘടനാ ഭേദഗതികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. പിന്നെ വരുന്നത് മന്ത്രിസഭ നൽകുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കുവാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തതും ഈ പറയുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പിന്നെ 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് മാറ്റിയതും ഈ പറയുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആരിലാണ്? പാർലമെൻറ്റിലാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത്. ആരിലാണ്? പാർലമെൻറ്റിൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? എൻ്റെ ആൻസർ ഓപ്ഷൻ ബി, മൗലിക കടമകളാണ്. എന്താണ്? ഒരു വ്യക്തിക്ക് രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മൗലിക കടമകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഞാൻ 10 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. താങ്ക് യു.